ഞാൻ എന്ത് ഷോപ്പിംഗ് ആണ് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, സ്കൂൾ ഷോപ്പിംഗ് ആയിരുന്നു ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ എനിക്കൊരു ബാഗുണ്ട്. ഇത് അത്യാവശ്യം ചെളിയൊക്കെ പറ്റും, നമുക്ക് അത് അവർ പറഞ്ഞു വാട്ടർ പ്രൂഫാണ്, അതുകൊണ്ട് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു സിബാണ് ഓൺ കൊടുത്തിട്ടുള്ള. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാനൊക്കെ ഉണ്ടെന്ന്. ഞാൻ സ്കൂളിൽ ചീപ്പ് പറയാം. പിന്നെ ഒരു കൂട്ടുകാരത്തി ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു മാല തന്നു. പിന്നീട് എനിക്ക് ഒരു കാർഡും തന്നായിരുന്നു അവൾ. പിന്നീട് എനിക്കൊരു ബുക്ക്, കുറേ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്, നമുക്ക് പിന്നെ കാണിക്കാം. ഇനി എൻ്റെ നേരിട്ട കാര്യങ്ങൾക്ക് വരുവാണ്. എൻ്റെ പൗച്ച്, എനിക്ക് പൗച്ചുണ്ട്. കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു, ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അത് പൊട്ടി വേഗം തന്നെ പോവായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ല പൗച്ച്. ഞാൻ കാണിച്ചു തരാവേ. എനിക്ക് ഇഷ്ടപ്പെട്ടു, കണ്ടോ ക്വാളിറ്റി ഒക്കെ ഉണ്ട്, നല്ല സ്പേസ് ഒക്കെ ഇതിലുണ്ട്, നല്ല രസവുമാണ് കാണാൻ. കളറൊക്കെ പറ്റിയാലും കുഴപ്പമില്ല, കഴുകിയാൽ ഇത് പോകും, 2 മിനിറ്റ് ഉണക്കിയാൽ മതി, ഇത് പൊക്കോളും. പിന്നെ എനിക്കിത് ഇങ്ങനത്തെ സ്കെല് മേടിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അന്ന് ഒരു കടയിൽ പോയപ്പോൾ അമ്മ മേടിച്ചു തന്നെയാണ്. പിന്നീട് എനിക്ക് കട്ടർ, പേന ഞാൻ 4ാം ക്ലാസ്സിൽ എനിക്ക് പേന എഴുതുന്നു. കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ സ്കൂളിൽ 4ാം ക്ലാസ് വരെയുള്ളൂ, അപ്പോൾ 5ാം ക്ലാസ്സിൽ കയറുമ്പോൾ നമ്മൾ ടെറവാകുമല്ലോ, അതുകൊണ്ടാണ്. പിന്നീട് എനിക്കൊരു പെൻസിലുണ്ട്, അത് കണക്കൊക്കെ ചെയ്യാൻ. ഇതൊരു ഓരോ വരയിടാനും ബുക്കിൽ ഇതിന് മാത്രമേ പെൻസിൽ എടുത്തിട്ടുള്ളൂ, വേറെ നോർമലായിട്ട് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഡബറും പെൻസിലും, അങ്ങനെ പൗച്ചിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി എനിക്ക് ബുക്കുകൾ ഞാൻ കാണിക്കാം. ഇതെൻ്റെ ഒരു ബുക്കാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. ഞാൻ ഉണ്ടാക്കിയതാണ്. ആദ്യത്തെ പേജിലൊന്നും കാണത്തില്ല, കുറച്ച് പോയി കഴിഞ്ഞിട്ടാണ്. ഈ സൈഡിലൊക്കെ കണ്ടത് മനസ്സിലായി കാണുമല്ലോ ഉണ്ടാക്കിയതാണ്. പിന്നീട് കണ്ട് ഇതൊക്കെ എൻ്റെ എഴുത്താണ്, നല്ല രസമാണ് കാണാൻ. ഒരെണ്ണത്തിനെ ഒട്ടിച്ചില്ല കേട്ടോ, മീനാണ് കേട്ടോ ഗൈസ്. എല്ലാത്തിനും ഒട്ടിക്കാനുണ്ട്. ഈ കുറേ ക്യൂട്ട് 3 ഫിഷസ് ഉണ്ട് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 വലിയ ഫിഷും ഒരു മീഡിയം ടൈമിലെ ഫിഷ്. ഇതിനെ എവിടെ ഒട്ടിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഗൈസ്. നിങ്ങൾ പറ, ഇതിനെ ഇവിടെ ഒട്ടിക്കണോ അതോ ഇതിനെ ഇങ്ങോട്ട് ചേർത്തായിട്ട് ഇങ്ങനെ ഒട്ടിക്കണമെന്ന് നിങ്ങളൊന്ന് പറയണേ. അപ്പോൾ അതെ, ഇതാണ് എൻ്റെ അടുത്ത്. പിന്നെ എനിക്ക് കേഴ്സർ റൈറ്റിംഗ് എഴുതാൻ അറിയാം, അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു താമരേനെ വരച്ചിട്ടുണ്ട്, അതിൻ്റെ പൊക്കത്ത് ഇങ്ങനെ കേഴ്സർ റൈറ്റിൽ എഴുതിയിട്ടുണ്ട്, വാട്ടർ ലില്ലി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു താമരേനെ ഞാൻ വരച്ച് സ്കൂളിൽ വെച്ച ടീച്ചർ പറഞ്ഞുകൊണ്ടാണ്. പിന്നെ എനിക്ക് കേഴ്സർ റൈറ്റിങ്ങിൽ ഞാൻ എഴുതുകയും ചെയ്തു. അത്രേ ഉള്ളൂ ഈ ബുക്കിൽ. ഇനി എനിക്ക് അതിൻ്റെ തന്നെ ഒരു ടെസ്റ്റ് ഉണ്ട്, നല്ല രസമാണ് കാണാൻ. ഇത് കണ്ടോ, ഞാൻ അങ്ങോട്ട് പാർക്കിലേക്ക് തുടങ്ങിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ തറവാക്കണ്ടേ, നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ. ഞങ്ങളിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. ഇതിനാണ് ഞാൻ ഫിഷ് ഉണ്ടാക്കാൻ പഠിച്ചത് തന്നെ. പിന്നെ ഇതാണ്ട് ഇവിടെ വരെ എങ്ങാണ്ടായിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ EVSൻ്റെ, ഇത് പറഞ്ഞില്ലല്ലോ, ഇത് EVS ആണ്. ഇത് EVSൻ്റെ ടെസ്റ്റ്, ഇത് നോട്ടുമാണ്. പിന്നെ ഇടയ്ക്ക് കുറിപ്പ് എഴുതാനുണ്ട്, അപ്പം ഞാനത് കളർ അടിച്ചില്ല, അടിക്കാതെ കാണിച്ചു തരാം. ഇതാണ് കളർ അടിച്ചിട്ടില്ല, ഇതൊക്കെ അടിക്കുമ്പോൾ നല്ല ഭംഗിയൊക്കെ ആയിക്കോളും. ഇത് അടിക്കാൻ മറന്നുപോയി, എനിക്ക് സമയമില്ലായിരുന്നു. പക്ഷേ ഇത് അകത്ത് ഞാൻ ബ്ലാക്ക് ഗ്രൗണ്ടൊക്കെ കൊടുത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ഇതിൽ നോക്കിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇത് കണ്ടത്, ഇതിൽ നമ്മൾ നോക്കിയിട്ട് എഴുതണം. ഇത് അവിടെ വെച്ചു. പിന്നെ എനിക്ക് എൻ്റെ സ്കൂളിൽ തന്നെ ഡയറി ഉണ്ട്. ഇതിലിപ്പോൾ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല, നമ്മൾ ഫീസ് കൊടുക്കാൻ നേരത്തെ എഴുതിയാൽ മതി. പിന്നെ എനിക്ക് GK ബുക്ക് ഉണ്ട്, അതിൽ ഞാൻ കൂട്ടക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത്. കണ്ടത് ഞാൻ ഒരു പാചകം കാണിക്കുന്നുള്ളൂ, നല്ല രസമല്ലേ കാണാൻ. ഇതിൻ്റെ നല്ല ആദ്യമേ റഫ് ബുക്ക് ആക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു എനിക്ക് റഫ് ബുക്ക് വേറെ ഉണ്ടല്ലോ, പിന്നെ ഇതിൽ 2 റഫ് ബുക്ക് വിചാരിച്ച്. പിന്നീട് എനിക്കൊരു 2 ലൈൻ ഉണ്ട്, അത് കണ്ടത് 2 ലൈൻ, അതൊക്കെ എനിക്കിപ്പോൾ തുടങ്ങിയ 2 ലൈനാണ്. പിന്നീട് എനിക്ക് എന്താണോ എൻ്റെ വീട്ടിൽ എഴുതുന്ന ബുക്കുണ്ട്, അതിൽ ഞാൻ മാത്സിൻ്റെ നോട്ട്ബുക്ക് കൊണ്ടുപോയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് മാത്സിലെ മലയാളത്തിന് നോട്ട്ബുക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഇതെഴുതി അതിലേക്ക് എൻ്റെ സ്കൂളിൽ നോട്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാനൊരു ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാനൊക്കെ വീട്ടിൽ വെച്ചൊക്കെ പഠിക്കുന്നതാണ്. പിന്നെ ഞാൻ രാത്രി എൻ്റെ പഠിക്കുന്ന ബ്ലോഗ് എടുക്കുന്നതായിരിക്കും. പിന്നീട് ഞാൻ കാണിക്കാം. ഇതും ഇതും അത് 2 വരെയാണ്. എന്നിട്ട് 2 വരെ കുറേ എഴുതാനൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളത് അതങ്ങനെ ആക്കിയിരിക്കുന്നതാണ്.
ഗൈസ് ഇത് ഞാൻ കാണിച്ചു തരാം. അത് ഗൈസ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബുക്കായതുകൊണ്ട് മാറ്റി വെച്ച്. പിന്നീട് തൻ്റെ ഒരു ഫോളോയിങ് ഉണ്ട്, നമുക്ക് എഴുതാൻ തന്നെ ഉള്ളതാണ്. ഞാൻ തന്നെ ഇതും അവിടെ വെച്ചിരുന്നു. പിന്നീട് എൻ്റെ ഒരു ഇതുണ്ട്, ഇതെൻ്റെ പടം ബുക്കാണ്. നല്ല രസമാണ് കാണാൻ. ഒരു സൂര്യകാന്തിനെ ഞാൻ വരച്ചിട്ടുണ്ട്, പിന്നെ ഇത് വരച്ചിട്ടുണ്ട്. ഇത് ഗൈസ് ഇവിടെ അച്ച് വന്നു, ഇത് ഓയിൽ പേസ്റ്റ് വെച്ച് ഞാൻ വരച്ചുകൊണ്ട് ഇവിടെ അച്ച് വരുന്നുണ്ട്. ബ്ലാക്ക് കളർ പറ്റിയതുണ്ട് എൻ്റെ കയ്യിൽ, അതുകൊണ്ട് അച്ച് വരുന്നതാണ്. പിന്നെയും ഞാൻ വാട്ടർ കളർ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. ഗൈസ് ഇതൊരു അച്ച് പേപ്പർ വെച്ച് ഞാൻ ചെയ്തതാണ്. അത് ഞാൻ എന്താണ് പഠിക്കുന്ന ബ്ലോഗിൽ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നീട് തൻ്റെ ഒരു മരത്തിനെ വരച്ചു. ഇതൊക്കെ അച്ചാണ് ഗൈസ്, അച്ച് മാത്രമേ ഉള്ളൂ ഇതിൽ, കണ്ടോ? ഇത് തന്നെ അച്ച് വെച്ച് കൊളാക്കിയതാണ് ഗൈസ്. ഇത് കൊള്ള അച്ച് വെച്ച് ഞാൻ ഒരു സാധനം വരച്ചാണ്. ഇത്രയുള്ളൂ ഞാൻ വരച്ചിട്ടുള്ളൂ. ഗൈസ് എന്നിട്ട് രണ്ടായിരത്തി എൻ്റെ ഇംഗ്ലീഷ് മൈ ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ്. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഇംഗ്ലീഷ് മൈ ബുക്ക്. ഇത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഇത് ഞങ്ങളുടെ ഓഫീസെന്ന് പറഞ്ഞൊരു സാറുണ്ട്, ആ സാറിനെ കാണിക്കാനാണ്. അപ്പോൾ ഇതിൽ നിന്ന് തെറ്റില്ലാതെ നമ്മൾ കൂട്ടക്ഷരത്തിൽ എഴുതണം. കൂട്ടക്ഷരത്തിൽ ഇതും ഭയങ്കര പാടാണ്. ഈ 5ാം ക്ലാസ്സിലുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ പാടൊന്നും കാണത്തില്ല. ഈ 4ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നവർക്കൊക്കെ, ഞാൻ 3ാം ക്ലാസ് തൊട്ട് 3ാം ക്ലാസ് പഠിച്ച കാര്യമാണ്. പിന്നീട് എനിക്കൊരു ഒരു മലയാളം ടെസ്റ്റ് ഉണ്ട്. ഇതിന് ഞാൻ തന്നെ ഈ ഭാഗം പഠിച്ച് തീർന്നതേ ഉള്ളൂ. ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ശകലം ഞാൻ നിങ്ങളെ വൈകിട്ട് കേൾപ്പിക്കാം. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് നോട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇംഗ്ലീഷ് നോട്ടിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് ഒക്കെ എഴുതും. എനിക്ക് അത്ര ഇങ്ങനെ ഞാൻ ഒരു പടം വരച്ചിട്ടുണ്ട്. അത് എന്താ ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 2 പേര് കണ്ണടച്ച് ഉറങ്ങിക്കൊണ്ട് മഴ പെയ്യുകയാണ്. അപ്പോൾ 2 കുട്ടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കുട ഉണ്ട്. അപ്പോൾ കുടയാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്, 2 കുട്ടികളെയും. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ബാഗിലൊക്കെ ഒരു പേന കിടക്കുന്നുണ്ട്, ഒരു ക്യാപ്പ്, അതൊക്കെ ഞാൻ ബാഗിൽ ഒരു ബാഗിൻ്റെ ഉള്ള കാണിക്കാം. ഇത് ഞാൻ കാണിച്ചായിരുന്നു. ആ ബാഗ് നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്. എനിക്ക് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, അത് ഞാൻ ബാഗ് കാണിച്ചിട്ട് കാണിക്കാം. നല്ല ക്വാളിറ്റി ഉള്ള സ്പേസാണ്. നിങ്ങൾ നോക്കൂ, നല്ല സ്പേസാണ് ഈ ബാഗിന്. നല്ല ഇടയും ഉണ്ട്, നമുക്ക് എല്ലാം ചെയ്യാം. സിബൊക്കെ നല്ല ലാസ്റ്റിംഗ് ആണ്. നൈക്കിൻ്റെ ബാഗാണ് ഗൈസ്. ഞങ്ങൾ എറണാകുളം സിറ്റിയിൽ പോയപ്പോൾ ഇതിന് മേടിച്ചാണ്. എൻ്റെ റഫ് ബുക്ക് വേണം, നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. റഫ് ബുക്ക് ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. ഈ സ്റ്റീമിങ് ബുക്കായിട്ട് വർഷങ്ങളായി പോണക്കാണ് ഗൈസ്. കണ്ട റഫ് ബുക്കിൽ ഞാൻ കുറേ എഴുതി പഠിക്കാറുണ്ട്. ഇപ്പോൾ റഫ് ബുക്ക് കൂടി പോട്ടെ. പിന്നീട് ഞാൻ എൻ്റെ GK ഒക്കെ കാണിക്കാം. ഗൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ കുറച്ച് ഫെസിലിറ്റികളൊക്കെ ഞാൻ വൈകിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇനിയിപ്പോൾ തന്നെ ഗൈസ് ഇതൊരു GK ബുക്കാണ്. ഇത് വെള്ളിയാഴ്ച കൊണ്ടുപോയാൽ മതി, ഞാൻ ചുമ്മാ കൊണ്ടുപോയതാണ് ഗൈസ്. ഞാൻ എടുത്ത് വെക്കാൻ മറന്നു, അതാണ് കാര്യം. ഇത് ഈ ഒരു പേജ് തുടങ്ങിയിട്ടുള്ളൂ. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. പിന്നെ ഇതൊക്കെ വായിപ്പിച്ചു, ഞാൻ ഇതൊക്കെ ഞാൻ വായിച്ചൊക്കെ നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഗൈസ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് അറിയാൻ മേലത്തെയല്ല, എന്താണ് നമ്മൾ ചെയ്തിട്ട് ശരിയാണോ എന്ന് നമ്മൾ ടീച്ചറിനോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഈ GK ബുക്കിൻ്റെ കുറേ എടുത്തിട്ട് കാണിച്ചു തരാം. ഇവിടെ 1 2 3 1 I അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പം ഡോഗ്, ഇത് കെന്നലാണ് നമുക്കറിയാം. പക്ഷെ ഡോഗ് എത്ര 1 എല്ല്. അപ്പം നമ്മളിത് തപ്പി എല്ലി പോകുമ്പോൾ ആ കെന്നൽ കിട്ടും. അപ്പം നമുക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ചെയ്ത് തെറ്റാണെങ്കിൽ നമുക്കത് കൂട്ടിട്ട് ചെടിയിലേക്ക് വരയ്ക്കാം. അതിനാണ് ഈ സ്ഥലം നോക്കിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ടീച്ചറിനോട് ചോദിക്കുന്നതിന് നമുക്ക് ചെയ്യാമല്ലോ. പിന്നെ ഞാൻ 3ാം ക്ലാസ് തൊട്ട് കേസ് റൈറ്റ് ബുക്കിലായിരുന്നു പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് നല്ല തറവായിട്ടുണ്ട്. ഇതേ കണ്ടത് ഈ കേസ് റൈറ്റ് ബുക്കിലാണ് എല്ലാം പഠിച്ചത്. എനിക്ക് ആയിപ്പോയി പെട്ടെന്ന് എഴുതിയപ്പോൾ, അതുകൊണ്ടാണ് ഇങ്ങനെ ടീച്ചർ വട്ടിട്ട് വെച്ചത്. പക്ഷെ ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. കേസ് റൈറ്റിംഗ് ബുക്ക് ശരിയാണ്. എനിക്ക് പറയുന്ന ചെറിയ തെന്നലാണ്. പിന്നീട് എനിക്ക് നല്ല ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ട്, ഇതിൽ ഞാൻ വായിക്കുകയൊക്കെ ചെയ്തു. നല്ല ഇതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു പാടാണ്. പിന്നെ ഇവിടെ ഞാനൊരു ക്രയോൺസ് കൊടുത്തു, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഗാന്ധാര എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതാണ്. അങ്ങനെ ഒരു സംഭവമാണ്. അത് നല്ല രസമാണ് ഈ പാടം കാണാൻ, എനിക്ക് ഇഷ്ടമാണ്. ഈ പാടം കഴിഞ്ഞിട്ട് അങ്ങോട്ട് റിസ്ക്കാന്ന് തോന്നുന്നു.
പിന്നീട് തന്നെ എനിക്കൊരു ഹിന്ദീൻ്റെ ഡ്രസ്സുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആയി അല്ല കേട്ടോ ഗൈസ്, നമുക്കിങ്ങനെ കൂട്ടി എഴുതാൻ പറ്റിയതാണ്. ഖർ, ഘൻ, ലൽ, ലാൽ എന്നൊക്കെയാണ്. പിന്നെ എനിക്കിത് പ്ലേ ബുക്കാണ്. പ്ലേ ബുക്ക് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബുക്ക്. പിന്നീട് ഗണിതം ഗൈസ്, ഇതെനിക്ക് പാടാണ്. എനിക്ക് ഏറ്റവും പാടുള്ള കാര്യമാണ് ഗണിതം. പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്തു തുടങ്ങി. ഇതൊക്കെ വെട്ടിക്കുറുക്കിയിട്ടിരിക്കുന്നതാണ്. ഇതൊക്കെ മറ്റേ ആൻസേഴ്സ് പേപ്പറിലൊക്കെ എഴുതുന്നതാണ്. അതും അങ്ങനെ തീർന്നു. ഇനി എൻ്റെ കയ്യിൽ എൻ്റെ മാത്സ് നോട്ട് നിങ്ങളെ കാണിച്ചിരുന്നു ഗണിതത്തിൻ്റെ. അത് ഇപ്പുറത്തുള്ളതിലിരിക്കുകയായിരുന്നു. സോറി, കുറച്ച് എഴുതിയിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ കണ്ടത് നിങ്ങൾ ബോക്സിൽ എഴുതും. ഇതൊക്കെ ആദ്യമേ തന്നെ ഇംഗ്ലീഷ് ഞാൻ തന്നെ എഴുതിയത് കൊണ്ടാണ് എനിക്ക് കുറച്ച് തെറ്റ് വന്നത്. ഇതും തന്നെ എഴുതിയതാണ്, ഇതും തന്നെ എഴുതിയതാണ്. ഹോംവർക്ക് എന്നിട്ടായിരുന്നു. ഇതൊക്കെ തന്നെ ചെയ്തതാണ് സ്കൂളിൽ വെച്ച് തന്നെ. ഇത് നോക്കണ്ട ഗൈസ്, ഇത് സ്കൂളിൽ വെച്ച് ഭ്രാന്ത് പിടിച്ച് ചെയ്തതാണ് ഗൈസ്. അതുകൊണ്ട് ഇത് തെറ്റിപ്പോയിരുന്നു. പിന്നെ രണ്ടാമത് ചെയ്തായിരുന്നു, രണ്ടാമത് തെറ്റി. അതേപോലെ ഇത് ചെയ്ത് ശരിയാക്കി. പിന്നെ എനിക്ക് 1000ൻ്റെ മുകളിൽ എഴുതാനുണ്ട്, അതൊക്കെ ഞാൻ എഴുതിയായിരുന്നു. പിന്നീട് എനിക്കിത് കേട്ടോ നമ്മളിങ്ങനെ എന്താണ് 1500 അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ എഴുതുന്ന രീതിയിൽ. പിന്നെ എൻ്റെ ഫയലൊക്കെ കാണും, എനിക്ക് ഇഷ്ടപ്പെട്ട ഫയൽ. ഫയലിൽ എന്താണ് നല്ല നല്ല കാര്യങ്ങളാണ്, നല്ല രസമുണ്ട്. പിന്നീട് ഞാൻ അച്ച് പേപ്പർ എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ ഗൈസ്. ഞാൻ വൈകിട്ട് ഇതെങ്ങനെ ചെയ്യുന്നത് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇത് ഗ്രീൻ ഉണ്ട്, പിന്നീട് ഇതൊരു വയലറ്റ്, പിന്നീട് ഇതൊരു ഓരോരോ മുന്തിരി ഷെയ്ഡാണ്. ഇതൊക്കെ പിന്നീട് ഗൈസ് ഗ്രീനും ഉണ്ട് കേട്ടോ ഗൈസ്. ഗ്രീനിലും ചെയ്യാൻ പറ്റും, നല്ല രസമാണ്. പിന്നീട് ഗൈസ് എനിക്കൊരു പശയുണ്ട്. എനിക്ക് കളിക്കുന്ന നല്ല രസമാണ്, ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പശ ഇങ്ങനെ കയ്യെ തേച്ചിട്ട് ഇങ്ങനെ പറിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നീട് ഗൈസ് എൻ്റെ ഇത് കാണിക്കാം, ഫയലുള്ള കാര്യങ്ങൾ. എനിക്കൊരാദ്യമേ തന്നെ ഞാൻ ലാപ്ടോപ്പ് വരച്ചപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, വായിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം, കുഴപ്പമില്ല. പിന്നെ ഒരു വീട് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് പെട്ടെന്ന് ഞാൻ വരയ്ക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് പ്ലെയിൻ പേപ്പേഴ്സാണ്. പ്ലെയിൻ പേപ്പേഴ്സിന് പിന്നെ ഇതൊരു വായനക്കാരനാണ്. ഞങ്ങൾക്ക് വായനാ ദിനത്തിനെ കുറിച്ചൊക്കെ ഒരു ആഘോഷം ഉണ്ടായിരുന്നു. അതിപ്പോൾ സ്കൂളിൽ നമുക്ക് ഫോം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, നമുക്ക് കാണിക്കാൻ ഫോം കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാമായിരുന്നു. അപ്പം ഫോം കൊണ്ടുപോകാൻ ഇപ്പോൾ പറ്റുമെന്ന് ചെയ്യാനല്ലേ. ഞാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ഞാൻ പറയാം. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇത്രയും നേരമായിട്ടും നിങ്ങളിപ്പോൾ ഞാൻ 4ാം ക്ലാസ്സിലല്ല പഠിക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചോദിക്കായിരിക്കും നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നൊക്കെ. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് വയസ്സ് 9 ഞാൻ പറഞ്ഞായിരുന്നു. ഇത്രയൊക്കെയുള്ള എൻ്റെ ഈ ചെറിയ ബ്ലോഗ്. അപ്പം ഇന്ന്